കേരളത്തിലുള്ള മാധ്യമങ്ങള് എങ്ങനെയാണ് നിലനിന്ന് പോകുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണത് പ്രവർത്തിച്ചു പോകുന്നത്? അതിനുള്ള പണത്തിന്റെ സ്രോതസ്സ് എവിടുന്നായിരിക്കും? അല്ലെങ്കിൽ ആ സ്രോതസ്സിന് വേണ്ടിയിട്ട്, ആ പണം നൽകുന്ന സ്രോതസ്സിന് വേണ്ടിയിട്ട് ഈ മാധ്യമങ്ങള് ഒരു പെയ്ഡ് ന്യൂസ് ജേർണലിസത്തിലേക്ക് കടക്കുന്നില്ലേ? അപ്പൊ ആ ആ ഒരു ട്രെൻഡിനെ കുറിച്ച് എന്താണ് നികേഷിന് പറയാനുള്ളത്? നോക്കൂ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമം എന്ന് പറയുമ്പോൾ അത് മലയാള മനോരമയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മലയാള മനോരമയ്ക്ക് ഇന്നുള്ള പരിസംഖ്യയിൽ അതിൻ്റെ പരസ്യത്തിൽ ഒക്കെ ആ സ്ഥാപനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അറിവ്. അത് ശശികുമാർ സാർ എങ്ങനെയാണ് വിശദീകരിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് കോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. രണ്ട്, നിങ്ങളുടെ ചോദ്യം പെയ്ഡ് ന്യൂസിനെ കുറിച്ചാണ് എങ്കിൽ കേരളത്തിൽ പെയ്ഡ് ന്യൂസ് വ്യാപകമാവുകയാണ്. അത് പലതരത്തിലുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണെങ്കിലോ തങ്ങളുടെ വാർത്ത ഉൾക്കൊള്ളിക്കാൻ ഒരു പരസ്യങ്ങളെ അല്ല ആശ്രയിച്ചു വരുന്നത്. ഇപ്പോൾ വാർത്തകളെയാണ് ആശ്രയിച്ചു വരുന്നത്. അതൊരു പത്രത്തിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, അത് മാധ്യമങ്ങളെ ആകെ ബാധിക്കുന്ന വിഷയം തന്നെയാണ്. അതിനെക്കുറിച്ച് കേരളത്തിൽ ഇപ്പോൾ ചർച്ച നടക്കുന്നില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട, അതായത് മുൻകാലങ്ങളിൽ പരസ്യം കൊണ്ട് മാത്രമല്ല വരിസംഖ്യ കൊണ്ടൊക്കെയാണ് ഒരു സ്ഥാപനം നടന്നു പോയിട്ടുള്ളത് എങ്കിൽ ഇന്ന് ഇതിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് വലിയ തോതിൽ ഉയർന്നിരിക്കുന്നു. ഉദാഹരണത്തിന് ഇനിയൊരു ക്ലീശേ വാക്കുകളൊക്കെ വരും, ക്ഷമിക്കണം. നവോദാരവൽക്കരണ കാലഘട്ടത്തിന് മുമ്പ് പത്രങ്ങളുടെ കെട്ടും മട്ടും നിങ്ങളൊന്ന് എടുത്ത് നോക്കുക. ലൈബ്രറി പോയാൽ കിട്ടും. വെള്ള പേപ്പറിൽ കറുത്ത അക്ഷരങ്ങളിൽ കല്ലച്ചിൽ അടിക്കുന്ന പത്രങ്ങളാണ്. അതിന്റെ ചെലവ് എത്രയായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ പത്രത്തിന്റെ താളുകളുടെ ക്വാളിറ്റിയുടെ അനുസരിച്ചാണ് നമ്മൾ അതിന്റെ വില നമ്മൾ ഇടാം. ഇന്നതാണോ? ഇന്ന് ബഹുവർണ്ണം. നിങ്ങളൊരു പത്ര ഓഫീസിൽ പത്രത്തിന്റെ പോയി പിന്നെ പ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കൂ. ഇന്ത്യയിലൊന്നും ഉണ്ടാക്കുന്നില്ല, എല്ലാം വിദേശങ്ങളിൽ നിന്നാണ്. എന്ന് വെച്ചാൽ ഓഫ്സെറ്റ് പ്രസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതിന്റെ ഏറ്റവും ഉന്നതമായ രൂപം ജർമ്മനിയിൽ നിന്ന് നേരിട്ട് വരുത്തുകയാണ്. അപ്പോൾ മലയാള മനോരമയും മാതൃഭൂമിക്കും അത് താങ്ങാൻ കഴിയും. എന്നാൽ പിന്നെ ഞങ്ങൾ സാധാരണ അടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. കാരണം യുവാരുമായിട്ട് കിടപിടിക്കണമെങ്കിൽ അവർക്കും അതേപോലുള്ള പിന്നെ പ്രസ്സുകളിൽ അടിച്ചേ തീരുള്ളൂ എന്നുള്ളതാണ്. ഇത് പത്രങ്ങളുടെ അവസ്ഥയാണെങ്കിൽ ടെലിവിഷൻ അതിനേക്കാൾ ഭീകരമാണ്. ഒരു സംശയവുമില്ല. കാരണം ഞാൻ ഒരു ടെലിവിഷൻ ചാനലിന്റെ എഡിറ്റർ സ്ഥാനത്ത് ഇരുന്നിട്ടുള്ളതാണ്, ഒരു ടെലിവിഷൻ ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് ഇരുന്നിട്ടുള്ളതാണ്. ഒരു മൊട്ടുസൂചി കേരളത്തിലോ ഇന്ത്യയിലോ ഉണ്ടാക്കുന്നില്ല ടെലിവിഷൻ ചാനലിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ. നമ്മൾ വിചാരിക്കും BBC-യിലോ അല്ലെങ്കിൽ CNN-യിലോ അല്ലെങ്കിൽ അൽ ജസീറയിലോ ഒക്കെ ആണല്ലോ ഏറ്റവും ഉന്നതമായിട്ടുള്ള സാങ്കേതിക വിദ്യ. തെറ്റാണ്. ഈ കേരളത്തിലുള്ള റിപ്പോർട്ടറിലോ അല്ലെങ്കിൽ മനോരമയിലോ മാതൃഭൂമിയിലോ ഉള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ സൗകര്യങ്ങളോ BBC-യിലോ അല്ലെങ്കിൽ CNN-യിലോ ഉള്ളൂ. എന്താ കാരണം? BBC ഇത് ആ ഉപകരണങ്ങൾ വാങ്ങുന്ന സമയത്ത് അതിന്റെ ഫസ്റ്റ് എഡിഷൻ സമയത്ത് തന്നെ അത് വാങ്ങിയിട്ടുണ്ടാവും. നമ്മളത് 9ാമത്തെ എഡിഷൻ ആകുമ്പോഴേക്കായിരിക്കും നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ അതിന്റെ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഈ കേരളത്തിലെ ടെലിവിഷൻ ചാനലിനായിരിക്കും ഉണ്ടാവുക. ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ വന്നു? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നവോദാരവൽക്കരണത്തിന് ശേഷം കോർപ്പറേറ്റുകൾ മാധ്യമങ്ങൾ ഏറ്റെടുത്തു തുടങ്ങിയപ്പോഴേക്കും വലിയ തോതിലുള്ള മൂലധന നിക്ഷേപങ്ങൾ പത്രങ്ങളിലും ടെലിവിഷൻ ചാനലുകളിലേക്കും വന്നു. അപ്പോൾ ഒരു ടെലിവിഷൻ ചാനൽ തുടങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെറുതായി തുടങ്ങിക്കളയാം എന്നുള്ള വിചാരം ഇല്ലാതായി. അതിനപ്പുറത്ത് വലുതായി തന്നെ തുടങ്ങുന്നുണ്ടെങ്കിൽ എന്നാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ള അവസ്ഥ വന്നു. 2014 മുതൽ 2024 ഉള്ള കാലത്ത് അല്ലെങ്കിൽ 25 കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ നവോദാരവൽക്കരണത്തിൽ നിന്ന് ചങ്ങാത്ത മുതലാളിത്തത്തിലേക്ക് പോയി. ഇപ്പൊ നേരത്തെയുള്ള കാലഘട്ടത്തിലോ ഈ ഉദാരവൽക്കരണ കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് കോൺഗ്ലോമറേറ്റിന്റെ ഭാഗമാണെങ്കിലും മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂസ് റൂം സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു. ഞാൻ ഈ മൊബൈൽ കമ്പനി നടത്തുന്ന ആളാണ് എന്ന് വിചാരിക്കുക. ഈ മൊബൈൽ കമ്പനി എനിക്ക് വിജയകരമാക്കണം, അതേസമയം തന്നെ ഈ മാധ്യമം എന്ന് പറയുന്ന എൻ്റെ വ്യവസായത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ കമ്പനിയും എനിക്ക് എന്നാൽ മാത്രമേ എനിക്ക് കഴിച്ചലായി പോകാൻ പറ്റുള്ളൂ. രണ്ടും ലാഭത്തിലായാലേ കഴിച്ചലായി പോകാൻ പറ്റുള്ളൂ. 2024 ആയപ്പോഴേക്കും എന്താ സംഭവിച്ചിട്ടുള്ളത്? മൊബൈൽ നടത്തുന്ന എന്നോട് ഭരണാധികാരികൾ പറയുന്നത്
നീ ഒരു കാര്യം ചെയ്യണം, മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നിനക്ക് ആവശ്യമായിട്ട് ആകാശത്തും ഭൂമിയിലും എന്താണ് സർക്കാർ നയങ്ങൾ അത് ഞാൻ മുഴുവൻ മാറ്റിത്തരാം. ആകാശത്ത് സ്പെക്ട്രം, ഭൂമിയിലെ ഇരുമ്പയിര്, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇത് മുഴുവൻ തീരെഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും ലാഭത്തിലാക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ ഗവൺമെന്റിന് വേണ്ടി ഗവൺമെന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നടത്തുന്ന സ്ഥാപനമായിട്ട് ഇത് മാറുകയാണെന്നുള്ളതാണ്. ഇത് അങ്ങനെയല്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇവർ കൂടി ഈ പറയുന്ന ചങ്ങാത്ത മുതലാളികൾ ഏറ്റെടുക്കുമ്പോഴേക്കും ഇതിന്റെ എന്താ പറയേണ്ടത്, സാധാരണഗതിയിലുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറോ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലോ വളരെയധികം ഉയർന്നു എന്നുള്ളതാണ്. അപ്പോൾ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ അല്ല ഈ നമ്മളെ വരിസംഖ്യ കൊണ്ടോ അല്ലെങ്കിൽ പരസ്യ വരുമാനം കൊണ്ടോ മാധ്യമങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നത് എന്നുള്ളത്. മറ്റേ ചർച്ച പോലും നടത്താത്ത രീതിയിൽ മാധ്യമങ്ങൾക്ക് അത് മൂടി വെക്കാൻ കഴിയുന്നു. വരാൻ പോകുന്ന ഇലക്ഷനിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ, കേരളത്തിലെ ഇലക്ഷൻ നടത്താൻ പോകുന്നത് രാഷ്ട്രീയ പാർട്ടികളല്ല. ഇനി അതും കൂടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, ഇതിന്റെ കൂട്ടത്തിൽ വായിക്കേണ്ട വിഷയമാണ്. ഇത് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ഏജൻസി ഇലക്ഷൻ നടത്താൻ പോകുന്നത്, ഒരു മുന്നണിക്ക് വേണ്ടി. ഞാൻ ഏജൻസിയുടെ പേര് പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും പേരുകൾ ഓർമ്മയുണ്ടാവും. മുന്നണിയുടെ പേരും പറയുന്നില്ല, രാഷ്ട്രീയ വർത്താനായി പോകും. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി ഇലക്ഷൻ നടത്താൻ പോകുന്നത് കനകോലുവാണെന്ന് UDF പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പുറത്ത് നേരത്തെ KPCC എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തക സമിതിയോ സമരങ്ങൾ തീരുമാനിച്ചെടുത്തേക്ക് അപ്പൊ ഈ ഏജൻസിക്ക് നിങ്ങൾ എന്താ കൊടുക്കുക? നെല്ലായിട്ടാണോ കൊടുക്കുക? അപ്പോ ഏജൻസിക്ക് 3 കോടി കൊടുത്താലേ പറ്റൂ. എത്രയാ പ്രശാന്ത് വാങ്ങിയത്? എത്രയാ തുടർന്നുള്ള മറ്റ് ഏജൻസികൾ വാങ്ങിയിട്ടുള്ളത്? നിങ്ങൾ കണക്കെടുത്ത് നോക്കൂ. ഇന്ത്യ ടുഡേയിൽ ഒരിക്കലും ഒരു സ്റ്റോറി വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിലേക്ക് പോകുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങളുടെ ആവശ്യമുണ്ട്, ഫണ്ട് ചെയ്യണം. മാധ്യമങ്ങൾ മാത്രമല്ല കേട്ടോ, സാമുദായിക സംഘടനകൾ, ചില വർഗീയ സ്വഭാവമുള്ള സംഘടനകളൊക്കെ അവരൊക്കെ പ്രത്യേക ജോലിക്ക് നിയോഗിക്കാൻ പോവുകയാണ്. ഒരു പുതിയൊരു കാലഘട്ടത്തിലേക്കാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നത് അത് മിസ്കോട്ട് ചെയ്യപ്പെടാനാണ് സാധ്യത ശശികുമാർ സാറിനെ. കാരണം മലയാള മനോരമയ്ക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പത്രങ്ങൾ വിൽക്കാൻ കഴിയുന്നത്, അവർക്കാണ് ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ വാങ്ങുന്നത്. ആ പത്രം നിലനിർത്താൻ കഴിയും എന്നുള്ളത് നമുക്ക് സംശയമൊന്നുമില്ല കാര്യത്തിൽ. പക്ഷെ അവരുടെ പ്രസിദ്ധീകരണങ്ങളുടെ ഒരു നിര നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാള മനോരമയും ഈ അച്ചടിയിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു കിടക്കാൻ പോകുന്നത് എന്ന് നിരീക്ഷിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലഭൂമി മുതൽ ഇയർ ബുക്ക് വരെ അവരുടെ അല്ലെ ഏതാ ലാഭകരം? മലയാള മനോരമ പത്രം അവരുടെ ഡിജിറ്റൽ ഫോർമാറ്റ് ഒക്കെ ലാഭകരമാണ്. ബാക്കിയോ? അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ പൂർണ്ണമായും അവർക്ക് മലയാള മനോരമ പത്രം നടത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത്. കള്ളങ്ങൾ തുടർച്ചയായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന ഈ കാലത്ത് എങ്ങനെയാണ് ഒരു പത്രം അല്ലെങ്കിൽ ഒരു വാർത്താ ചാനൽ വായനക്കാരുടെ, പ്രേക്ഷകരുടെ ഒക്കെ വിശ്വാസ്യത നേടിയെടുക്കുന്നത്? അത് ഒരു വലിയൊരു എഫേർട്ടാണല്ലോ ഇന്നത്തെ കാലത്തല്ലേ. എന്താണ് നികേഷിന് തോന്നുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ദ ഹിന്ദു വായിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതാനുഭവത്തിൽ, എൻ്റെ വായനയിൽ സത്യം പറയുന്നത് അല്ലെങ്കിൽ കുറെ കൂടി വാർത്ത എന്നുള്ള നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ദ ഹിന്ദു ആണ്. ബാക്കി എല്ലാവരും വീക്ഷണമാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ നിഗമനം. അത് ഞാൻ എത്തിയിട്ടുള്ള നിഗമനമാണ്. അപ്പോൾ കേരളത്തിലെ വാർത്തകൾ പോലും യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് ഇറങ്ങുന്ന ദ ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ വേറൊരു വ്യത്യസ്തമായിട്ടുള്ള പത്രം ആകാം. അതുപോലെ തന്നെ ടെലിവിഷൻ ചാനലുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം ഇന്ത്യ വിഷൻ എന്ന ന്യൂസ് ചാനൽ ഉണ്ടായി, പിന്നീട് ഏഷ്യാനെറ്റ് ന്യൂസ് ഫോളോ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം മനോരമ, മാതൃഭൂമി, റിപ്പോർട്ടർ, അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ന്യൂസ് മലയാളം, അങ്ങനെ 10ഓളം വാർത്താ ചാനലുകൾ. നമ്മുടെ അനുഭവത്തിൽ ഈ 10ഓളം വാർത്താ ചാനലുകൾ ഏറിയും കുറഞ്ഞും ഒക്കെ കൂടുതൽ ആശ്രയിക്കപ്പെടുകയും ആശ്രയിക്കപ്പെടാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളാണ് ഇത് തീരുമാനിക്കേണ്ടത്. സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴും നമ്മൾ അനലിസ്റ്റ്, ധ്രുവറാട്ടിയെ പോലുള്ള അനലിസ്റ്റ് ആണല്ലോ അയാൾ പറയുമ്പം നമ്മൾ എന്തുകൊണ്ടാണ് ധ്രുവറാട്ടിയെ കൂടുതലായി ആശ്രയിക്കുന്നത്? ധ്രുവറാട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഡോക്യുമെന്റ്സ് വെച്ചിട്ടാണ് നമ്മളോട് കാര്യങ്ങൾ പറയുന്നത്. അയാൾ ചുമ്മാ കയറിന്ന് പ്രസംഗിക്കല്ല. നമ്മുടെയൊക്കെ ഇവിടുത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എക്സ്പ്ലെയിനർ ചെയ്യുന്നവർ നിന്ന് പ്രസംഗിക്കുകയാണ് ചെയ്യുന്നത്. ഇയാളതല്ല. ഇയാൾ ആ പറയുന്ന മുഴുവൻ ഇന്നും നരേന്ദ്രമോദിക്ക് 2014 മുതൽ 2025 വരെ
ഈ അദ്ദേഹത്തെ പോലും പിടിച്ചു കുലുക്കുന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഒരു കേസ് എടുക്കാൻ പറ്റുമോ? ഒരു കേസ് എടുക്കാൻ പറ്റിയില്ല. നേരത്തെ മാതൃക ചോദിച്ചല്ലോ ഈ കുട്ടി. ഇതൊരു നല്ല മാതൃകയല്ലേ? ആ വശം നല്ലൊരു മാതൃകയല്ലേ? ഡോക്യുമെന്റഡ് അല്ലാത്ത ഒരു വാർത്തയും ഒരു അനാലിസിസും അയാൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഡോക്യുമെന്റഡ് അല്ലാതെ നരേന്ദ്രമോദിയെ വിമർശിച്ച ജർമ്മനിയിലല്ല, പിന്നെ ബഹിരാകാശത്താണെങ്കിലും പിടിച്ചു വലിച്ചിട്ട് തിഹാർ ജയിലിൽ എത്തിച്ചിട്ടുണ്ടാവില്ല ഇതുവരെ. അപ്പോ ഇതൊക്കെ നമുക്ക് ആശ്രയിക്കാവുന്ന പല കാര്യങ്ങൾ പലയിടത്തുണ്ട്. ധ്രുവറാട്ടിയെ നിങ്ങൾക്ക് ആശ്രയിക്കാം, രവീഷിനെ നിങ്ങൾക്ക് ആശ്രയിക്കാം, ടെലിവിഷൻ ചാനലുകളിലെ ചർച്ചകളെ നിങ്ങൾക്ക് ആശ്രയിക്കാം, അതുപോലെ തന്നെ അവിടുത്തെ വാർത്തകളെ ആശ്രയിക്കാം, പത്രങ്ങളെ ആശ്രയിക്കാം, ലേഖനങ്ങളെ ആശ്രയിക്കാം. ഇതൊക്കെ കൂടിയാൽ മാത്രമേ നമുക്കിപ്പോൾ കണ്ണ്, മൂക്ക്, വായ്, നാവ്, ഇങ്ങനെ പല അവയവങ്ങൾ ഉണ്ടാവുന്നത് പോലെ വാർത്തകൾ കണ്ടാൽ ഓരോ വാർത്തയും വായിക്കുമ്പോൾ നമ്മുടെ അറിവ് അരിച്ചെടുക്കാനുള്ള ഒരു അവയവം യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ രൂപം കൊള്ളുന്നുണ്ടാകണം. അത് കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ എത്രയധികം കള്ളങ്ങൾ തുടർച്ചയായി പ്രചരിപ്പിക്കാമോ അത്രയധികം കള്ളങ്ങൾ തുടർച്ചയായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരവയവം നമ്മൾ ശരീരത്തിൽ രൂപപ്പെടുത്തണം എന്നുള്ളതാണ്. അത് അരിച്ചെടുക്കാനുള്ള ശേഷിയാണ്. ഈ അരിച്ചെടുക്കാനുള്ള ശേഷി നമ്മൾക്ക് കൈവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പത്രവും, ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ പറയുമ്പോൾ, ഇപ്പം ഞാൻ ഇവിടെ പറയുകയാണ്, ഞാൻ ഇന്ന് മനോരമയിൽ വായിച്ചു, ഞാൻ ഇന്ന് ദേശാഭിമാനിയിൽ വായിച്ചു എന്നാണ് ഞാൻ പറയാം. ഇങ്ങനെ ഒരു വാർത്തയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നല്ല ഞാൻ പറയാം. മനോരമയിൽ വായിച്ചു എന്നും ദേശാഭിമാനിയിൽ വായിച്ചു എന്ന് പറയുമ്പോൾ ആ പത്രത്തിൻ്റെ കൂടി എഡിറ്റോറിയൽ നയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൂടി നിങ്ങൾ അരിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാവൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മനോരമയിൽ വായിച്ചു, ദേശാഭിമാനിയിൽ വായിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ മനോരമ ഒരു UDF പത്രമായി നിലകൊള്ളുന്നതുകൊണ്ടും ദേശാഭിമാനി CPIM-ന്റെ പത്രമായി നിലകൊള്ളുന്നതുകൊണ്ടും അതുകൂടി നിങ്ങൾ ബോധ്യപ്പെടണം എന്ന് മാത്രമേ ആ പറഞ്ഞതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും ഒരുപാട് അപര്യാപ്തതകളുണ്ട്, ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്. ഇതിനെ തിരിച്ചറിയേണ്ടത് നിങ്ങൾ യുവാക്കളാണ്. നിങ്ങളാണ് നാളത്തെ നാവായിട്ട് മാറുന്നത്, ജിഹയായിട്ട് മാറുന്നത്. നിങ്ങൾക്ക് ഈ ഷോർട്ട് കമ്മിങ്സിനാണ് പഠിക്കാനുള്ളത്. അവിടെയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ചാനലിന്റെ അധിപന്മാരായിട്ട് മാറുന്ന നവമാധ്യമ ലോകത്താണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരൊറ്റ കാര്യമാണ്, കാലത്തിന് ഉതകുന്ന തരത്തിലല്ലാതെ പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ കാലത്തിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കാത്ത ഒരു തത്വസംഹിതയും ഒരു ഫിലോസഫിയും നിലനിന്നിട്ടില്ല. കാലം അതിനെ കടപുഴക്കി എറിഞ്ഞിട്ടേ ഉള്ളൂ. അത് മതമായാലും സംസ്കാരമായാലും രാഷ്ട്രീയ പാർട്ടി ആയാലും രാഷ്ട്രീയ നേതാവായാലും അതിനെല്ലാം കടപുഴക്കി എറിയും. അത് കാലത്തിന്റെ നീതിയാണ്. ഇന്ന് പ്രിന്റ് മീഡിയയും ദൃശ്യമാധ്യമങ്ങളും തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കാലം കൊടുത്തതായിരിക്കും. നാളെ നിങ്ങളീ പറയുന്ന സോഷ്യൽ മീഡിയയും ഇതുപോലെ കാലത്തിനനുസരിച്ച് വളർന്നിട്ടില്ലെങ്കിൽ തകർത്തെറിയപ്പെടും. അങ്ങനെ തകർത്തെറിയപ്പെടാതിരിക്കാനാണ് നമ്മൾ സ്വന്തമായിട്ട് ഒരു ധ്രുവറാട്ടിയെ പോലെ ആകാൻ, അല്ലെങ്കിൽ ധ്രുവറാട്ടിയുടെ അപ്പുറത്തേക്ക് വളരാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധ്യമാകണമെന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നത് അവിടെയാണ്. അപ്പൊ ഈ ഒരു ചർച്ചയിൽ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായത് ഒരുപാട് ആശങ്കകളുണ്ട്. കേരളത്തിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ നമ്മളെല്ലാവരും ആശങ്കയിലാണ്. തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വവും അതുപോലെ തന്നെ ജനാധിപത്യത്തിന്റെ ആരോഗ്യവും കേരളീയ സമൂഹത്തിന്റെ മാറ്റവും കേരളീയ സമൂഹത്തിന്റെ പുരോഗമനവും എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഘടകങ്ങളൊക്കെ തന്നെയാണ്. ഭാവി കേരളം രൂപപ്പെടുത്തുന്നതിൽ ഇനിയും മാധ്യമങ്ങൾക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യവും സത്യം തന്നെയാണ്. അപ്പൊ നമുക്കിവിടെ പറയാൻ പറ്റുന്നത്, നമ്മുടെ തൂലിക ചലിപ്പിക്കാനാവുന്നിടത്തോളം കാലം, നമ്മളുടെ നാവ് വെട്ടി മാറ്റപ്പെടാത്തിടത്തോളം കാലം നമ്മൾ സത്യത്തിനും നീതിക്കും വേണ്ടിയിട്ട് നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നൊരു മന്ത്രം തന്നെയാണ്. അത് തന്നെയാണ് നമ്മളുടെ ധർമ്മം. അതിനെ തന്നെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. അതിന് അധികാരികളുടെ, ഭരണാധികാരികളുടെ, ഭരണകൂടത്തിന്റെ കൂടെ സപ്പോർട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നേരത്തെ നികേഷ് സാർ പറഞ്ഞതുപോലെ സാമൂഹ്യ മാധ്യമങ്ങൾ തന്നെയാണ് നമ്മുടെ ഓൾട്ടർനേറ്റീവ് മീഡിയ. അതിനെ വേണ്ട വിധം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് മുന്നേറാൻ നമ്മൾക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വളരെ വേഗത്തിൽ നടന്നെടുക്കും. അതിൽ യാതൊരു സംശയമില്ല. അത്തരത്തിലുള്ള ഒരു ശുഭകരമായ ചിന്തക്കാവട്ടെ,
അത്തരത്തിലുള്ള ഒരു ശുഭകരമായ മാറ്റത്തിനാകട്ടെ ഇന്നത്തെ ഈ ചർച്ച നാന്ദി കുറിക്കുന്നത് എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇത്രയും സമയം, വിലപ്പെട്ട സമയമാണ് എം വി നികേഷ് കുമാറിൻ്റെത്. അദ്ദേഹം വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള നമ്മളുടെ റിക്വസ്റ്റുകളൊക്കെ അംഗീകരിച്ച് സ്വീകരിച്ചുകൊണ്ട് നമ്മളുടെ കൂടെ സമയം കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ആദ്യമായി ഈ സംഘാടകരുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുത്ത് ഞങ്ങളെ കേട്ടിരുന്ന ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരോടും ഞങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ മറ്റൊരിടത്ത് വെച്ച് നമുക്ക് കാണാം.